പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ച എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 2017 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ജെ ആൻഡ് കെ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം sharing profit and losses in the ratio of 3:2. Balance sheet of J and K as on 1st April 2010. Asset side, cash in hand rupees 3,000, stock rupees 12,000, plant and machinery 45,000. Liability side, sundry creditors rupees 15,000, capitals of J 25,000, K 20,000, outer column 45,000, balance sheet total 60,000. L is admitted on the following terms. L will bring rupees 15,000 as capital and rupees 5,000 as premium for goodwill for 1/6th share. 2. The value of stock is reduced by 10% and plant and machinery increased by 5%. And 3. Investment worth rupees 1,500 not mentioned in the balance sheet is to be taken into account. Prepare revaluation account and capital account of partners. ജെ ആൻഡ് കെ എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ് ആണ് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ താഴെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നു. എൽ ഈസ് അഡ്മിറ്റഡ് ഓൺ ദ ഫോളോയിങ് ടേംസ്. എൽ എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ ഇവർ അഡ്മിറ്റ് ചെയ്യുന്നു. അഡ്മിഷൻ സമയത്ത് എൽ ക്യാപിറ്റലായിട്ട് 15,000 രൂപയും ഗുഡ്വിൽ പ്രീമിയം ആയിട്ട് 5,000 രൂപയും കൊണ്ടുവരുന്നുണ്ട്. 1/6th ഷെയർ കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റീവാല്യൂ ചെയ്ത സമയത്ത് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കിന്റെ വില 10% കുറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ്ഡ് ബൈ 5%. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില 5% കൂടിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് വർത്ത് rupees 1,500 ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. എവിടെയും കാണാത്ത അൺറെക്കോർഡഡ് അസറ്റായ ഇൻവെസ്റ്റ്മെന്റ് 1,500 രൂപ അക്കൗണ്ടിലേക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ആദ്യം റിവാലുവേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതാണ് റിവാലുവേഷൻ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ടിലെ ഓരോ ഐറ്റവും എങ്ങനെയാണ് വന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റോക്ക് rupees 1,200 ഓൺ ദ ഡെബിറ്റ് സൈഡ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10%. 12,000 രൂപയായിരുന്നു സ്റ്റോക്കിൻ്റെ വില. അതിൻ്റെ 10% കുറയുന്നു എന്ന് പറഞ്ഞാൽ 12,000ൻ്റെ 10%. 12,000 × 10/100 1,200. അസറ്റിൻ്റെ വില കുറഞ്ഞാൽ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. സോ സ്റ്റോക്ക് rupees 1,200 ഓൺ ദ ഡെബിറ്റ് സൈഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 2,250 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ്ഡ് ബൈ 5% എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 45,000 രൂപയായിരുന്നു പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ 5% കൂടി എന്ന് പറയുമ്പോൾ 45,000 × 5/100 എന്ന് പറയുമ്പോൾ 2,250 2,250 രൂപ വർദ്ധിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അസറ്റിൻ്റെ വില കൂടിയാൽ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് rupees 1,500. ഇതുവരെയും ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്താത്ത ഒരു അസറ്റ് പുതിയതായിട്ട് കടന്നു വരികയാണ്. അൺറെക്കോർഡഡ് അസറ്റാണ് ഇൻവെസ്റ്റ്മെന്റ്. അൺറെക്കോർഡഡ് അസറ്റ്സ് ഉണ്ട് എങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. സോ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് റിവാലുവേഷൻ അക്കൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് rupees 1,500. വേറെ ഐറ്റംസിനൊന്നും വിലയിൽ മാറ്റങ്ങൾ വന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു 3,750 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ 3,750 എഴുതിയിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. 1,200 മാത്രമാണ് ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് ഉള്ളത്. 3,750 മൈനസ് 1,200 2,550. റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2,550 രൂപ. That 2,550 will be distributed among the old partners in their old profit sharing ratio. ഇപ്പോൾ 2,550 എന്ന് പറയുന്ന റിവാലുവേഷൻ പ്രോഫിറ്റ് ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ജെക്കും കെക്കും മാത്രം അവകാശപ്പെട്ടതാണ്. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ വീതിച്ചെടുത്തിട്ടുള്ളതാണ് ജെ 1,530, കെ
1020. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആയിരുന്നു. 2550 3/5 2/5 വീതം വെച്ചപ്പോൾ ജെക്ക് 1530 രൂപ കിട്ടി, കെക്ക് 1020 രൂപയും കിട്ടി. റിവാലുവേഷൻ അക്കൗണ്ട് അവസാനിച്ചു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഒരുമിച്ച് ഒരു ഫോർമാറ്റിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമ്മൾ ബാലൻസ് എഴുതി. ബാലൻസ് ബ്രോഡ് ഔൺ ജെ 25,000, കെ 20,000. ഇത് രണ്ടും ബാലൻസ് ഷീറ്റിൽ നിന്നും വന്ന ഫിഗറാണ്. ദെൻ എൽ എന്ന് പറയുന്ന ആൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 15,000 രൂപ ക്യാപിറ്റൽ എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലിൻ്റെ കോളത്തിൽ ബാങ്ക് എന്ന് പറഞ്ഞ് 15,000 എഴുതി വെച്ചു ക്രെഡിറ്റ് സൈഡിൽ. ദെൻ 5,000 റുപ്പീസ് ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇയാൾ. ആ ഗുഡ് വില്ല് നിലവിലുള്ള പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ വീതിച്ചെടുക്കാവുന്നതാണ്. പുതിയ റേഷ്യോ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഓൾഡ് റേഷ്യോ വിൽ ബി ദ സെയിം ആസ് സാക്രിഫൈസിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും സാക്രിഫൈസിങ് റേഷ്യോയും. അപ്പോൾ 5,000 എന്ന് പറയുന്ന ഗുഡ് വില്ലിനെ 3:2 എന്ന് പറയുന്ന രീതിയിൽ വീതിച്ചെടുത്തപ്പോൾ ജെക്ക് 3,000, കെക്ക് 2,000 ലഭിക്കുകയുണ്ടായി. ഗുഡ് വിൽ 5,000 ആയിരുന്നു. സാക്രിഫൈസിങ് റേഷ്യോ 3:2. അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 5,000 × 3/5 = 3,000. 5,000 × 2/5 = 2,000. നെക്സ്റ്റ് റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ജെക്കും കെക്കും റിവാലുവേഷൻ പ്രോഫിറ്റ് ലഭിച്ചിരുന്നു. ആ പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റി എഴുതിയതാണ്. റിവാലുവേഷൻ ജെ 1530, കെ 1020. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അതിനുശേഷം ബാലൻസ് ചെയ്യുന്നു. ജെയുടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 29,530. അത് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലും ടോട്ടൽ എഴുതി 29,530. ബാലൻസ് ക്യാരി ഡൗൺ ജെ 29,530. ഇനി കെയുടെ അക്കൗണ്ട് നോക്കൂ. കെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 23,020. ഡെബിറ്റ് സൈഡിലേക്ക് നമ്മളത് മാറ്റി എഴുതി. ബാലൻസ് ക്യാരി ഡൗൺ 23,020. എൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 15,000. ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി ബാലൻസ് ചെയ്തു 15,000. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ജെ 29,530, കെ 23,020, എൽ 15,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഞ്ജു ആൻഡ് മഞ്ജു were in partnership who were sharing profit and losses equally. Their balance sheet as on 31/3/2012 was as follows. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അസറ്റ് സൈഡ് ക്യാഷ് 3,000, ഡെപ്റ്റേഴ്സ് 20,000, സ്റ്റോക്ക് 40,000, ഫർണിച്ചർ 5,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 15,000. ആൻഡ് ദ ലയബിലിറ്റി സൈഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് അഞ്ജു 30,000, മഞ്ജു 20,000, creditors 30,000, bills payable 3,000. Total on both sides 83,000. Sanju is admitted as a partner on 31/3/2012 on the following terms. Sanju will bring rupees 40,000 as his capital. Plant and machinery will be increased by rupees 5,000. Furniture should be appreciated by 20%. Stock should be reduced by 3,000. Creditors be reduced by rupees 1,000. Prepare revaluation account and capital accounts. 2013 ചോദിച്ചൊരു ചോദ്യമാണിത്. അഞ്ജു മഞ്ജു എന്ന് പറയുന്ന രണ്ടാളുകളാണ് പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് 1:1 ആണ്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. മൂന്നാമതൊരാളെ സഞ്ജു എന്ന് പറയുന്ന പാർട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ്. സഞ്ജു 40,000 ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. ഗുഡ് വില്ല് കൊണ്ടുവരുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി 5,000 രൂപ വർദ്ധിച്ചതായിട്ട് പറയുന്നു. ഫർണിച്ചർ 20% അപ്രീസിയേറ്റ് ചെയ്തു, വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സ്റ്റോക്ക് 3,000 റെഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നു. ക്രെഡിറ്റേഴ്സ് 1,000 രൂപ റെഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നു. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. പ്ലാന്റ് ആൻഡ് മെഷീനറി 5,000 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 5,000 എന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നേരത്തെ ബാലൻസ് ഷീറ്റിൽ 15,000 ആയിരുന്നു, അത് 5,000 കൂടി 20,000 ആയി എന്നാണ് പറയുന്നത്. സോ എത്രയാണോ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് അതാണ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി 5,000 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ഫർണിച്ചർ rupees 1,000 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ഫർണിച്ചർ ഷുഡ് ബി അപ്രീസിയേറ്റഡ് ബൈ 20% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്രീസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു എന്നാണ് അർത്ഥം.
ഫർണിച്ചറിൻ്റെ വില 20% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ നേരത്തെ ഫർണിച്ചറിൻ്റെ വില 5000 രൂപയാണ് എന്നായിരുന്നു ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ 20%മാണ് വർദ്ധിച്ചത്. അതായത് 1000 രൂപ വർദ്ധിച്ചു. വർദ്ധിച്ച എമൗണ്ടാണ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ഫർണിച്ചർ ₹1000. സ്റ്റോക്ക് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 3000 എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. സ്റ്റോക്ക് 3000 രൂപ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ആ കുറഞ്ഞ എമൗണ്ട് റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി, അസറ്റ് ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. സ്റ്റോക്ക് ₹3000 ഓൺ ദ ഡെബിറ്റ് സൈഡ്. ക്രെഡിറ്റേഴ്സ് ബി റെഡ്യൂസ്ഡ് ബൈ ₹1000. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലാബിലിറ്റി 1000 രൂപ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്താൽ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. സോ ദ ക്രെഡിറ്റേഴ്സ് ₹1000 ഓൺ ക്രെഡിറ്റ് സൈഡ്. നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. 7000 ക്രെഡിറ്റ് സൈഡ്, 7000 ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതി. 3000 രൂപ സ്റ്റോക്കിൻ്റെ എമൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബാലൻസ് 4000. റിവാലുവേഷൻ പ്രോഫിറ്റ് 4000 രൂപയാണ്. അത് അഞ്ജു മഞ്ജു എന്ന് പറയുന്ന 2 ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം അവകാശപ്പെട്ടതാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 1:1 ആണ്. അതുകൊണ്ട് റിവാലുവേഷൻ പ്രോഫിറ്റ് 4000 ഈക്വലായിട്ട് ഇവർ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. അഞ്ജു 2000 ആൻഡ് മഞ്ജു 2000. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് അഞ്ജു 30,000, മഞ്ജു 20,000. ബാലൻസ് ഷീറ്റിൽ നിന്നുമാണ് ഈ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ ക്യാഷ് ₹40,000. സഞ്ജു എന്ന് പറയുന്ന ആളെ പുതിയ പാർട്ണറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അയാൾ ക്യാപിറ്റലായിട്ട് ₹40,000 കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദ ക്യാഷ് 40,000 ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് സഞ്ജുസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ എമൗണ്ട് ഏതാണെന്ന് നമുക്കറിയാം. റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ 4000 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 2000 അഞ്ജൂസ് ക്യാപിറ്റലിലേക്കും 2000 മഞ്ജൂസ് ക്യാപിറ്റലിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ അഞ്ജുവിൻ്റെയും മഞ്ജുവിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. റിവാലുവേഷൻ അക്കൗണ്ട് 2000 ഓൺ അഞ്ജൂസ് കോളം, 2000 ഓൺ മഞ്ജൂസ് കോളം. ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. അഞ്ജുവിൻ്റെ കോളം 32,000 ആൻഡ് 32,000 ബാലൻസ് ക്യാരി ഡൗൺ. അഞ്ജൂസ് ക്യാപിറ്റൽ 32,000. മഞ്ജു ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 22,000, ഡെബിറ്റ് സൈഡ് 22,000 എന്ന് എഴുതിയിട്ട് ബാലൻസ് ക്യാരി ഡൗൺ 22,000. സഞ്ജു 40,000 ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ, ഡെബിറ്റ് സൈഡിലും 40,000 എന്ന് എഴുതിയിട്ട് ബാലൻസ് ക്യാരി ഡൗൺ 40,000 സഞ്ജൂസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് അഞ്ജൂസ് ക്യാപിറ്റൽ 32,000, മഞ്ജൂസ് ക്യാപിറ്റൽ 22,000, സഞ്ജൂസ് ക്യാപിറ്റൽ 40,000. 2018 ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്. The following balance sheet shows the financial position of Joseph and Jayesh sharing profit and losses in the ratio of 2:1. Balance sheet as on 31/3/2017. Asset side cash ₹1,900, debtors ₹11,600, stock ₹14,000, furniture ₹3,500, buildings ₹24,000, creditors ₹9,000, general reserve ₹3,000, capital accounts Joseph 27,000, Jayesh 16,000, total 43,000, balance sheet total 55,000. They agreed to admit Jobish into partnership and give him 1/4 share in profits with the following terms. Jobish should bring ₹20,000 as his capital and ₹6,000 as his share of goodwill in cash. B. Furniture depreciated by 12% and stock depreciated by 10%. C. Buildings appreciated by ₹10,000. D. Create a provision for doubtful debts at 5% of debtors. Prepare the revaluation account, partners capital accounts and new balance sheet. ജോസഫ് ആൻഡ് ജയേഷ് ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പുതിയ പാർട്ട്ണറുടെ പേര് ജോബിഷ് എന്നാണ്. അയാൾ ക്യാപിറ്റൽ 20,000 ഗുഡ്വില്ല് 6,000 ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫർണിച്ചർ 12% ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് 10% ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് 10,000 അപ്രിസിയേഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5% ഓഫ് ഡെപ്റ്റേഴ്സ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ പ്രിപ്പയർ ചെയ്യാനാണ്. നമുക്കിതിൻ്റെ സൊല്യൂഷൻ സൈഡിലേക്ക് പോകാം. ആദ്യമായി റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഫർണിച്ചർ അക്കൗണ്ട് 420 ഓൺ ദ ഡെബിറ്റ് സൈഡ്. ഫർണിച്ചർ ഡിപ്രിസിയേറ്റഡ് ബൈ 12% എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫർണിച്ചറിൻ്റെ വാല്യൂ 3,500 ആണ്. ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മനസ്സിലാവും.
അപ്പോൾ 3500-ൻ്റെ 12% എന്ന് പറയുമ്പോൾ 3500 ഇൻറ്റു 12/100 420 എന്ന് കാണാൻ പറ്റും. സോ ദ ഫർണിച്ചർ അക്കൗണ്ട് 420 ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് റിവാലുവേഷൻ അക്കൗണ്ട്. അസറ്റിൻ്റെ വില കുറഞ്ഞത് കൊണ്ടാണ് ഫർണിച്ചറും 420 നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. സ്റ്റോക്ക് റുപ്പീസ് 1400. സ്റ്റോക്ക് ഡിപ്രിസിയേറ്റഡ് ബൈ 10% എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ വാല്യൂ 14,000 ആയിരുന്നു. 14,000 ഇൻറ്റു 10/100 1,400. അസറ്റിൻ്റെ വില ഡിക്രീസ് ചെയ്തത് കൊണ്ട് റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. സ്റ്റോക്ക് അക്കൗണ്ട് റുപ്പീസ് 1,400. ബിൽഡിംഗ് റുപ്പീസ് 10,000 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ബിൽഡിംഗ് അപ്രിസിയേറ്റഡ് ബൈ റുപ്പീസ് 10,000 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ വില 10,000 രൂപ കൂടിയതാണ്. അസറ്റിൻ്റെ വില ഇൻക്രീസ് ചെയ്താൽ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. സോ ബിൽഡിംഗ് റുപ്പീസ് 10,000 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് റുപ്പീസ് 580 ഓൺ ദ ഡെബിറ്റ് സൈഡ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നു ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5% ഓഫ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ 5% ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 11,600 ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണുന്നത്. 11,600-ൻ്റെ 5% എന്ന് പറയുമ്പോൾ 580 ആണ്, 580 രൂപ. ഡെപ്റ്റേഴ്സ് കുറയുന്നതായതുകൊണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് അതിനെ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 580. ടോട്ടൽ ചെയ്യുന്നു 10,000 ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ. ഡെബിറ്റ് സൈഡിലും 10,000 മാറ്റി എഴുതി. അതിൽ നിന്നും 420-യും 1,400 580 ലെസ് ചെയ്തപ്പോൾ 7,600 ഈസ് ദ ബാലൻസിങ് ഫിഗർ. ദിസ് ഈസ് റിവാലുവേഷൻ പ്രോഫിറ്റ്. റിവാലുവേഷൻ പ്രോഫിറ്റ് ആയ 7,600 നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ജോസഫിനും ജയേഷിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ്. 2:1 അടിസ്ഥാനത്തിൽ 7,600 ഇൻറ്റു 2/3 ജോസഫിന് 5,067 റൗണ്ട് ചെയ്ത ഫിഗർ ആണ്. ജയേഷിന് 7,600 ഇൻറ്റു 1/3 2,533. റിവാലുവേഷൻ അക്കൗണ്ട് 7,600 പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റിനെ ജോസഫിന് 5,067 രൂപയും ജയേഷിന് 2,533 രൂപയുമായി വീതിച്ചു കൊടുത്തു. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കാം. ബാലൻസ് ബ്രോ ഡൗൺ 27,000 ആൻഡ് 16,000. ബാലൻസ് ഷീറ്റിൽ കാണുന്ന ക്യാപിറ്റൽ ബാലൻസ് ആണിത്. ജോസഫ് 27,000, ജയേഷ് 16,000. പുതിയ പാർട്ണറായ ജോബിഷ് പാർട്ണറായി സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോൾ അയാൾ 20,000 റുപ്പീസ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജോബിഷിൻ്റെ കോളത്തിൽ കാണിച്ചു. ക്യാഷ് റുപ്പീസ് 20,000. റീവാലുവേഷൻ പ്രോഫിറ്റ് 5,067-യും 2,533 രൂപയും കിട്ടിയിരുന്നു. അത് നമ്മൾ ജോസഫിൻ്റെയും ജയേഷിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ജോബിഷ് എന്ന് പറയുന്ന പുതിയ പാർട്ണർ കയറി വരുന്ന സമയത്ത് 6,000 രൂപ ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ 6,000 രൂപ ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിലാണ് അവരത് വീതിച്ചെടുക്കുക. ഇവിടെ ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും സെയിം ആണ്. അതുകൊണ്ട് തന്നെ 6,000-നെ 2:1 എന്ന് പറയുന്ന രീതിയിൽ ഇവർ വീതിച്ചെടുക്കുന്ന സമയത്ത് ജോസഫിന് 6,000 ഇൻറ്റു 2/3 4,000-ഉം ജയേഷിന് 6,000 ഇൻറ്റു 1/3 2,000-ഉം ലഭിക്കും. അതാണ് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തിയത്. ഗുഡ് വിൽ 4,000 2,000. ദെൻ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും ഒരു ജനറൽ റിസർവ് ഉണ്ടായിരുന്നു 3,000 റുപ്പീസ്. നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ജനറൽ റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കാവുന്നതാണ്. 3,000 ആണ് ജനറൽ റിസർവ് ഉണ്ടായിരുന്നത്. റേഷ്യോ 2:1 ആണ്. അത് വീതിച്ചെടുക്കുമ്പോൾ 3,000 ഇൻറ്റു 2/3 2,000. ജയേഷിന് 3,000 ഇൻറ്റു 1/3 1,000. 2,000 1,000 എന്ന് പറയുന്ന രീതിയിൽ ജനറൽ റിസർവ് ജോസഫിൻ്റെയും ജയേഷിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാം. ജോസഫിൻ്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 38,067. നമ്മളത് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. ബാലൻസിങ് ഫിഗർ 38,067. ജയേഷിൻ്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 21,533. ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. ബാലൻസ് ക്യാരി ഡൗൺ 21,533. ജോബിഷിൻ്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 20,000. ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. ബാലൻസ് ക്യാരി ഡൗൺ 20,000. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ പുതിയ ക്യാപിറ്റൽ ഇതൊക്കെയാണ്. ജോസഫ് 38,067. ജയേഷ് 21,533.
ജോബ് ഈസ് 20,000. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റ് ക്യാഷ് 27,900. ഈ ക്യാഷ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ബാലൻസ് 1900 മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ പുതിയ പാർട്ണർ കയറി വന്ന സമയത്ത് 20,000 രൂപ ക്യാപിറ്റലും 6,000 രൂപ ഗുഡ് വില്ലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 20,000 ക്യാപിറ്റൽ കൊണ്ടുവന്ന ക്യാഷ് പ്ലസ് 6,000 ഗുഡ് വില്ല് കൊണ്ടുവന്ന ക്യാഷ് 26,000 പ്ലസ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന 1,900 അടക്കം 27,900 ആണ് ക്യാഷ് ആയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് 11,600 ആയിരുന്നു ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 580 രൂപയുടെ. ഇപ്പോൾ 11,600 മൈനസ് 580 ഈക്വൽ ടു 11,020 എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് ഐറ്റം സ്റ്റോക്ക് 14,000 ആയിരുന്നു ഓൾഡ് ബാലൻസ്. പക്ഷേ ഈ വർഷം 1,400 രൂപ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. സോ 14,000 മൈനസ് 1,400 ഈക്വൽ ടു 12,600 ഓൺ ദ ഔട്ടർ കോളം. ഫർണിച്ചർ ഓൾഡ് ബാലൻസ് 3,500 ആണ്. ഈ പ്രാവശ്യം ഡിപ്രിസിയേഷൻ 420 നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. സോ 3,500 മൈനസ് 420 ഈക്വൽ ടു 3,080 ഓൺ ദ ഔട്ടർ കോളം. ബിൽഡിങ് 34,000 ആണ്. പഴയ ബാലൻസ് ഷീറ്റിൽ നോക്കിയാലും 34,000 തന്നെയാണ്. അത് നമ്മളിങ്ങോട്ട് മാറ്റി എഴുതുന്നു. ബിൽഡിംഗ് 34,000. ക്രെഡിറ്റേഴ്സ് ₹9,000 ഓൺ ദ ലയബിലിറ്റി സൈഡ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ബാലൻസ് ഷീറ്റിലും ക്രെഡിറ്റേഴ്സ് ₹9,000 തന്നെയായിരുന്നു. അതിങ്ങോട്ട് മാറ്റി എഴുതിയതാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇവരുടെ അവസാനത്തെ ക്യാപിറ്റൽ ബാലൻസ് ജോസഫ് 38,067, ജയേഷ് 21,533, ജോബിഷ് 20,000. അത് നമ്മൾ ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി 79,600. ബാലൻസ് ഷീറ്റ് ടോട്ടൽ 88,600, 88,600. ഈ വീഡിയോയിൽ മുൻ വർഷങ്ങളിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ച എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രിയ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഇത്തരം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.